കാശ്മീരി മുസ്ലിങ്ങളെ പറ്റി ഭയങ്കര അഭിപ്രായം. ബേസിക്കലി നിങ്ങളൊന്നും ഈ കാശ്മീരിൽ പോയിട്ട് യഥാർത്ഥത്തിൽ ഇമാരെ ഒന്നും കണ്ടിട്ടില്ല. ടെററിസ്റ്റുകളെ വീട്ടിൽ കിടത്തി ഉറക്കുന്നവരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടുത്തെ ലോക്കൽ മുസ്ലിംസ് എന്ന് പറയുന്ന കാശ്മീരി മുസ്ലിംസ് ഏറ്റവും വൃത്തികെട്ടവന്മാര്. ഇന്ത്യയിൽ ഏറ്റവും വൃത്തികെട്ട കമ്മ്യൂണിറ്റിയാണ് അവര്. ഭയങ്കരമായ ആന്റി ഇന്ത്യൻ ആണ്. അവർക്ക് ഇന്ത്യക്കാരെ കണ്ടിട്ടുകൂടാ. ആ രീതിയിൽ മത തീവ്രവാദം വീടുകളും സ്കൂളുകളിലും എല്ലാം അടിച്ചേൽപ്പിച്ച് പറയുന്നവരാണ് ഇവരെന്ന്. ഇവരെ 1% പോലും വിശ്വസിക്കാനായിട്ടില്ല. സുഹൃത്തുക്കളെ, ആദ്യമേ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. മുമ്പ് ഞാൻ കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കാശ്മീരികളെല്ലാം മാറിപ്പോയി, അവർ ഇപ്പോൾ ഇന്ത്യക്കാരാണ് എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്, അവർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ നല്ലവരാണ് എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റാണ് എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. അതിനാണ് ആദ്യമേയുള്ള ക്ഷമ. മലയാളത്തിലെ ന്യൂസ് ചാനലുകളിൽ കാണിക്കുന്ന ഡ്രാമയല്ല യഥാർത്ഥ കാശ്മീർ. മറ്റുള്ളവർ സ്വന്തം സഹോദരങ്ങളാണ് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തുള്ള നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത ജനങ്ങളാണ് അവിടെയുള്ള 90% ആളുകളും. പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കാൻ പറഞ്ഞാൽ പാകിസ്ഥാനെ പുകഴ്ത്തിപ്പറയുകയും പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ. അതിനു പകരം ഇന്ത്യൻ സിന്ദാബാദ് എന്നോ ഭാരത് മാതാ കി ജയ് എന്നോ വിളിക്കാൻ പറഞ്ഞാൽ അതിന് കഴിയാത്തവരാണ് കാശ്മീരിലെ ഭൂരിപക്ഷം ആളുകളും. കാശ്മീരിലെ ഭൂരിപക്ഷം ആളുകളും ഇന്നും സമ്മതിക്കുകയില്ല കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള കാര്യം. ബീബോ എന്ന് പറയുന്ന ഒരു ചാനലിലെ ഒരു സഹോദരൻ അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ പോവുകയും അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകുകയും ചെയ്യുന്ന വീഡിയോസ് കാണാനിടയായി. അപ്പോഴാണ് അവിടുത്തെ യഥാർത്ഥ മുഖം, അവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ വീഡിയോസ് കണ്ട് നിങ്ങൾക്കും വിലയിരുത്താം ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം. ആ സഹോദരൻ ഒരു ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട്, വീഡിയോ എടുത്ത് നടക്കുന്ന ആ സഹോദരനോട് ഓട്ടോക്കാരൻ എന്തിന് വീഡിയോ എടുക്കുന്നു എന്ന് ചോദിക്കുന്നു. ആ സഹോദരൻ എന്താണ്, വീഡിയോ എടുക്കാൻ കഴിയില്ലേ? കഴിയും, കുഴപ്പമില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇത് ഇന്ത്യയല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കാശ്മീരാണെന്ന് പറയുന്നു. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് ചോദിക്കുന്നു. അല്ല, കാശ്മീർ ഇന്ത്യയിലല്ല എന്ന് പറയുന്ന ഓട്ടോക്കാരൻ. वीडियो नहीं बनाना है, वीडियो नहीं बनाना है। हाँ जी, अरे भाई साहब वीडियो बनाना है. अब कश्मीर में अभी अटैक हुआ है, आप कुछ बोलना चाहोगे इसके बारे में? नहीं बोलना है? क्यों बोलना नहीं चाहता है आप लोग? आप हिंदुस्तान से नहीं है सर? हम इंडिया के, हम इंडिया में कश्मीर में रहते हैं. कश्मीर में रहता है. कश्मीर इंडिया का नहीं है. कश्मीर भाई साहब, कश्मीर इंडिया का नहीं है. ये क्या बोलते हो भाई साहब? तो यही है terrorist के साथ दे रहे हैं आप लोग. ഈ തീവ്രവാദി ആക്രമണം നടന്നതിനെ കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ, ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാൻ സമ്മതിക്കാത്ത, വിളിക്കാൻ കഴിയാത്ത ആളുകൾ. नहीं, आप बता दो, मतलब ऐसे इतना बड़ा प्रोटेस्ट हो गया आप लोग, तो अब इतना सा भी नहीं बोल सकता, इतना सा भी नहीं बता सकता लोगों को? हम कश्मीरी हैं और कश्मीरी ही रहेंगे बस. इंडियन नहीं है आप? हमें बस आप इंडियन है कि नहीं ये बताओ पहले. नहीं, हम ये नहीं बोल सकते. हम यही बोलेंगे हम कश्मीर और कश्मीरी ही रहेंगे. अच्छा, इंडियन नहीं है आप, आपको अलग देश ही चाहिए मतलब? हाँ, हम कश्मीर और कश्मीरी हैं. कश्मीर चाहिए आपको, अलग देश. तो बस यही है. तो बोलो आप, जोर लोगों तक, सरकार तक पहुंचेगा ताकि आपको अलग कश्मीर देते. तो यहाँ के लोग कुछ इस तरह से मतलब आपको सवालों का जवाब नहीं देना चाहता है. जैसे कि आप देख सकते हैं, यंग जनरेशन नहीं है, इनको बोलना चाहिए आज उठ के, यहाँ पे रास्ते पे बैठना चाहिए. यहाँ पे 2 सवालों का जवाब ये लोग नहीं दे सकते. क्या बोलेंगे सर? तो ये लोग और ये भी नहीं बोल सकते कि भारत माता की जय. ഒരു ചെറിയ ഒരു കുഞ്ഞു മനസ്സ്, കുഞ്ഞു കുട്ടി ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഇത് കാശ്മീരികൾ ചെയ്തതല്ല, ഇത് പാകിസ്ഥാനിലെ തീവ്രവാദികൾ ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ അടിക്കുന്ന അമ്മ, ആ അമ്മയോട് ചോദിച്ചപ്പോൾ ഇത് ആര് ചെയ്തതാണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് പാകിസ്ഥാൻ ചെയ്തതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഇന്ത്യക്ക് ചെയ്തുകൂടെ എന്നാണ് പറയുന്നത് ആ അമ്മ. हाँ सर, हेलो जी जी जी, कुछ बोलना चाहोगे छोटू?
तो कश्मीर में इतना सारा मतलब अटैक हुआ है, इतना अभी अटैक हो गया, इसके बारे में क्या बोलना चाहोगे? देखिए सर, मैं पहले बोलना चाहूँगा, मतलब देखिए एक कश्मीरी ये कभी भी नहीं कर सकता। ओके, इसकी मैं गारंटी दे रहा हूँ, ये कश्मीर कभी भी नहीं कर सकता। ओके, अगर कर सकता है ओनली ऑन पाकिस्तान। अच्छा, नहीं कर सकते कोई भी नहीं, हमें नहीं पता। पाकिस्तान नहीं कर सकता है? पाकिस्तान नहीं, पाकिस्तान ही नहीं करेगा तो हमें नहीं वीडियो में नहीं दिखाना। आपको नहीं पता है? सॉरी, हमें घर में मारे, आपको क्यों मारेगा? हमें नहीं, हम औरत को नहीं वीडियो को छोड़ा। और अगर देखिए, चलो ठीक है, मैं ये जवाब देना चाहता है? मतलब नहीं, ये नहीं देगा, इसको क्या पता है? ओके ओके, वेट, अगर पाकिस्तान नहीं कर सकता है फिर कौन कर सकता है? मुझे आप बोलिए। या इंडिया कर सकता है? चलो बैठो फोन नीचे। अगर पाकिस्तान नहीं कर सकता है फिर कौन कर सकता है? मुझे आप बोलिए। या इंडिया कर सकता है? चलो बैठो फोन नीचे। ഇങ്ങനെയുള്ളവരാണോ ഇന്ത്യയിലുള്ളത്? ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഉപ്പും ചോറും തിന്നുകൊണ്ട് അവർ ഇന്ത്യയെ ചതിക്കുന്നവരാണ്. ഈ തീവ്രവാദ അക്രമവുമായി ബന്ധപ്പെട്ടും കാശ്മീർ ജനത സഹായിക്കാതെ, അവിടുത്തെ ആളുകളുടെ സഹായമില്ലാതെ ഒരു വ്യക്തിക്കും ഇതുപോലെയുള്ള ഒരു തീവ്രവാദം ചെയ്യാൻ കഴിയില്ല. 1.5 വർഷത്തോളമായി നടത്തിയ പ്ലാൻ അതായിരുന്നു ഈ തീവ്രവാദം എന്നാണ് പറയപ്പെടുന്നത്. 1.5 വർഷം പാകിസ്ഥാനിൽ നിന്നും വന്ന് ഇത്രയും ദൂരേക്ക് വന്നിട്ട് 1.5 വർഷം ഇവിടെ നിന്നുകൊണ്ട് താമസിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയുമോ? സ്ഥലം, ഭക്ഷണം പാകിസ്ഥാനിൽ നിന്നും ഇത്ര വർഷത്തേക്കുള്ള കൊണ്ടുവരാൻ കഴിയുമോ? ഡ്രസ്സുകൾ കൊണ്ടുവരാൻ കഴിയുമോ? അവർക്കാവശ്യമുള്ള മറ്റാവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ? ആയുധം കൊണ്ടുവരാൻ കഴിയുമോ? ഇതെല്ലാതും ഒപ്പിച്ചു കൊടുത്തത് കാശ്മീരിലെ ജനത തന്നെയാണ്, അവിടെയുള്ള ആളുകൾ തന്നെയാണ്. കാശ്മീർ ജനതയുടെ പിന്തുണയില്ലാതെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അത്രയും സപ്പോർട്ട് അവിടെ നിന്ന് ഇപ്പോഴും കാശ്മീർ ജനത കൊടുക്കുന്നു പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക്. പിന്നെ പലരും പറയുന്നുണ്ട് അവിടേക്ക് ചെല്ലുന്ന ടൂറിസ്റ്റുകളെ അവർ വളരെ സ്നേഹത്തോടെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ടൂറിസ്റ്റുകളുടെ വളരെ സ്നേഹത്തോടെ തന്നെ ട്രീറ്റ് ചെയ്യും. അവർ നൽകുന്ന പണത്തിന് മതമില്ല. അവരിൽ നിന്നും കിട്ടുന്ന പണം അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ട്രീറ്റ് ആണ് അത്. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. 90% പേരും രാജ്യത്തിനെതിരെ നിൽക്കുന്നവർ തന്നെയാണ്. 10% നല്ല വ്യക്തികളും ഉണ്ടാകാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഇവരെക്കാളും നല്ല ആളുകളാണ് പാകിസ്ഥാനിലുള്ളവർ. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ ഇവരെക്കാൾ നല്ല ആളുകളാണ്, ഇവരെക്കാൾ രാജ്യസ്നേഹമുള്ളവരാണ്. കുറച്ച് ദിവസം മുമ്പ് മാത്യു സാമുവൽ സാറിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, കാശ്മീർ ജനതയെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ ചതിയന്മാരാണ്, അവർ രാജ്യത്തോട് കൂറില്ലാത്തവരാണ്. അന്ന് ഞാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് കാശ്മീരിലെ ജനത മാറിയെന്നാണ്. പക്ഷേ ഇന്നെനിക്ക് വിശ്വാസമായി ഞാനെന്ന് പറഞ്ഞത് തെറ്റാണെന്ന്. മാത്യു സാമുവൽ സാർ പറഞ്ഞതാണ് ശരി. എനിക്ക് എൻ്റെ മതത്തെക്കാൾ വലുതാണ് എൻ്റെ രാജ്യം. അത് പറയാൻ ചങ്കുറപ്പുള്ളവർ എത്ര പേരുണ്ടെന്ന് സ്വയം ചിന്തിക്കുക. സ്വന്തം മതത്തേക്കാൾ വലുതാണ് സ്വന്തം രാജ്യം എന്ന് പറയാൻ ചങ്കുറപ്പുള്ളവർ എത്ര പേരുണ്ടെന്ന് അവർ സ്വയം ചിന്തിക്കട്ടെ. പിന്നെ മലയാളികൾ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, പാകിസ്ഥാനികളെ ഒന്നും ചെയ്യരുത്, അവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കരുത്, അവരുടെ വെള്ളം കൂടി മുട്ടിക്കരുത്, അവരുടെ കൃഷി നശിപ്പിക്കരുത്, അവിടുത്തെ ജനങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും, അവരെക്കുറിച്ച് ചിന്തിക്കൂ, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവിടെയുള്ളവർക്കൊന്നും സംഭവിക്കരുത്, അവരുടെ പതാക കത്തിക്കരുത് എന്നെല്ലാം പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കരയുന്നവരോട്, വോട്ടിനു വേണ്ടി പ്രീണനം നടത്തുന്നവരോട്, കണ്ണീർ കാണിച്ച് ഡ്രാമ കളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യ ഒരിടത്തും പോയി ആരെയും ഒന്നും ചെയ്യാറില്ല, ആരെയും അങ്ങോട്ട് ചെന്ന് ദ്രോഹിക്കാറില്ല. പക്ഷേ ഇങ്ങോട്ട് വന്ന് മാന്തിയാൽ മാന്തുന്നവൻ്റെ മടയിൽ പോയി അവനെ കടിച്ച് കീറുക തന്നെ ചെയ്യും.